അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത് പെരുമന, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. പ്രധാന വകുപ്പുകളൊക്കെ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാകും ഈ കേസിന്റെ മുന്നോട്ട് പോക്ക്? ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കേസിനെ എങ്ങനെയാകും സ്വാധീനിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ അഭ്യന്തരം അർഹിക്കുന്നു. കാരണം ഇത്രയും സ്പീഡിയായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ, പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ, അതിന്റെ ഒറിജിനൽ ഡിവൈസുകൾ അതിന്റെ എക്സ്ട്രാക്ട് ചെയ്യണം, അതിനെ ശാസ്ത്രീയമായിട്ട് പരിശോധിക്കണം. ആ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തോടുകൂടെ നടത്തുന്ന ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ ഇത്തരം കേസുകളിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലൊരു വലിയ എഫേർട്ട് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലെ അന്വേഷണ സംഘം അഭിനന്ദനം അർഹിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു 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 എന്താണ് നടപടിയാണ്. കാര്യം ഇത്തരത്തിൽ ഒരു ഓൺലൈൻ ചാനലിൽ ഒരു സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ കയ്യിൽ മൊബൈലും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ആർക്കെതിരെ ഏത് രീതിയിലുള്ള ആക്ഷേപങ്ങള്, വിദ്വേഷങ്ങള് എല്ലാം പ്രചരിപ്പിക്കാം, അശ്ലീലത പ്രചരിപ്പിക്കാം, സ്ത്രീത്വത്തെ അപമാനിക്കാം എന്നൊക്കെ കരുതുന്ന ആളുകൾക്ക് അത് നമ്മളൊരു സേഫ് ആയിട്ടുള്ള നമ്മുടെ 4 ചുവരുകൾക്കിടയിലാണ് ഇരുന്നു കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റാരും കാണുന്നില്ല, നമ്മൾ പിടിക്കപ്പെടുകയില്ല, ഒരു ഫേക്ക് ഐഡിയോ മറ്റൊക്കെ ആണെന്നുണ്ട്. അത്തരത്തിൽ ഈ ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആളുകൾ, ഇത്തരം ഒളിഞ്ഞിരുന്ന് ചെയ്യുന്ന ഇത്തരം ആളുകൾക്കും ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രത്യേകത. ഇവിടെ നോക്കൂ, എത്രയും സന്ദർഭത്തിലാണ്, വളരെ സന്ദർഭമല്ല, വളരെ ഇന്റൻഷനോടുകൂടെ ഇദ്ദേഹം അശ്ലീലതയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പരാതിക്കാരിയായി ഉള്ള ആ സ്ത്രീയെ തന്നെ ഒരു സ്ഥലത്തല്ല, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല ഇദ്ദേഹം ആക്ഷേപിച്ചു എന്ന് പറയുന്നു. പലപ്പോഴായി പല വലിയ ചടങ്ങുകളിൽ വെച്ചുകൊണ്ട് പോലും ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഈ പറയുന്ന അവരുടെ മക്കളിനെയും അവരുടെ ഒരു ആചാരത്തെയും ഒക്കെ വളരെ മോശമായിട്ട് രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടുവർ പറയുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ അംഗീകാരം, പലപ്പോഴും ഫെമിനിസ്റ്റുകളാണെന്ന് പറയുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ വളരെ ഇത്തരം കാര്യങ്ങൾക്കെതിരെയൊക്കെ പ്രതികരിക്കുന്ന ആളുകൾ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്ന പല അശ്ലീലതയും അല്ലെങ്കിൽ റേപ്പ് ജോക്കുകളും വരെ ആസ്വദിച്ചിരിക്കുന്ന ഒരു സമൂഹം കൂടെ നമുക്ക് മുന്നിൽ നമ്മൾ വളരെ വളരെ ദുഃഖത്തോടു കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ പറയുന്ന തൃശൂർ പൂരത്തിൽ വന്നുകൊണ്ട് ലൈവായിട്ട് അദ്ദേഹം പല രീതിയിൽ, അതായത് ഞാൻ പണ്ട് ബസ്സിൽ പോകുമ്പോഴൊക്കെ മറ്റു രീതിയിൽ സ്ത്രീകളെ അപ്രോച്ച് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടിയാണ് ഞാനും ഈ തൃശൂർ പൂരത്തിന് വന്നത് പോലും ആ രീതിയിലേക്ക് ഉള്ളൊരു കാര്യത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനടിയിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിനും അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ടുള്ള കമന്റുകളെല്ലാം അയാളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും പിന്നെ അയാളുടെ ഫാൻ ബേസിന് ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ ആയിട്ടാണ്. അതിൽ സ്ത്രീകൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിച്ച ഒരു വസ്തുത. അപ്പോ അദ്ദേഹത്തിന്റെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക്, ഇത്തരം അശ്ലീലതകൾക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ത്രീ സമൂഹം കൂടെ ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഞെട്ടലോടുകൂടെ നമ്മൾ നോക്കിക്കണ്ടിട്ടുള്ളത്. അപ്പോ അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യവസായി, ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള വ്യവസായി, എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരാള്, വലിയ ഫാൻ ബേസ് ഉള്ള ഒരാള്, ഒരുപാട് കാശുള്ള ഒരാള്. അപ്പൊ അത്തരം ഒരാൾക്കെതിരെ ഇത്തരം ഈ പറഞ്ഞിരിക്കുന്ന റേറ്റ് ജോക്കുകളും അതിന്റെ ഒരാളുടെ ആകാരത്തെ അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തെയൊക്കെ ഏത് വേദിയിൽ വെച്ചും അപമാനിക്കുന്ന ഒരാൾക്കെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ ഈ പറയുന്ന വിക്ടിമായിട്ടുള്ള ആ സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി തയ്യാറായി എന്നുള്ളത് വലിയ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ എത്ര വലിയ ആളാണെങ്കിലും ഇതിനൊന്നും ഒരു ലൈസൻസ് നമ്മുടെ സമൂഹത്തിൽ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാശ് അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇത് നമ്മുടെ ഒരു ഇതിന്റെ സദാചാരം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇഷ്ട വസ്ത്രം ധരിക്കാനും ഇഷ്ട ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ മൗലികമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്.
നമുക്കുമുണ്ട് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതോ അല്ലെങ്കിൽ അവിടെ ഒരു തിട്ടൂരം വെച്ചുകൊണ്ട് പറയുന്നതോ ഏതെങ്കിലും ആളുകളുടെ ഏതെങ്കിലും ആകാരത്തെ അശ്ലീലവൽക്കരിക്കുന്നതോ ഉള്ള സ്വാതന്ത്ര്യമല്ല എന്നുള്ളത് ഇത്തരമൊരു കേസിലൂടെ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ മലയാളികൾക്ക് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അതോടൊപ്പം തന്നെ നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ച അന്വേഷണം, കാരണം കുറ്റപത്രത്തിൽ തന്നെ ബോബിക്കെതിരെ കൃത്യമായ തെളിവുകൾ, ഈ നടിക്കെതിരെ മാത്രമല്ല മറ്റു പലരോടും ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു അന്വേഷണം തന്നെ ഈ ഒരു കേസിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നേരത്തെ ഈ കേസ് എടുത്ത് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത ഘട്ടത്തിൽ തന്നെ പല ആളുകളും പല കോടതിയിൽ നിന്നും പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും, അല്ലെങ്കിൽ ഇതൊന്നും കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ല, ഈ റിമാൻഡ് ചെയ്തത് പോലും അനാവശ്യമായിരുന്നു എന്നുള്ള രീതിയിലുള്ള പല കമന്റുകളൊക്കെ പല സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നു. മാത്രമല്ല ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഇതുവരെ നിന്നിരുന്നതും എന്നുള്ളത് നമുക്കറിയാം. കാരണം സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ഒരുപാട് പഴുതുകൾ ഉണ്ടാകും. ഈ ട്രയൽ കോടതിയിലേക്ക് വിചാരണ കോടതിയിലേക്കൊക്കെ വരുമ്പോൾ ഈ കുറ്റപത്രത്തിലുള്ള ഈ ഒരു പോരായ്മകൾ വെച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്രതികൾ വളരെ കൂളായിട്ട് ഈ കേസ് തള്ളിപ്പോവുകയും അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി വരുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ടായിരുന്നു പൊതുവെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പഴുതുകൾ അടച്ച കുറ്റപത്രം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ഡിജിറ്റൽ തെളിവുകൾ, ഒരുപാട് ഇലക്ട്രോണിക് തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയിലേക്ക് വരുന്നത്. അപ്പം ഇവിടെ വളരെ വളരെ വിസിബിൾ ആയിട്ടാണ് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് നടത്തിയിട്ടുള്ളത്. അത് പൊതുവേദികളിൽ വെച്ചിട്ടാണ് ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്തരം ഒരു കടന്നുകയറ്റം, മറ്റൊരു ശരീരത്തിലേക്കുള്ള കടന്നുകയറ്റം, അശ്ലീലമായിട്ടുള്ള കടന്നുകയറ്റങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും പോലീസ് ഇത്ര പെട്ടെന്ന് തന്നെ ഇത് കുറ്റപത്രം കൊടുത്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയൊരു ഫെർദർ ഒരു ഇൻവെസ്റ്റിഗേഷനോ തെളിവ് ശേഖരണമോ ആവശ്യമില്ല. ഈ കേസിലേക്ക് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ വകുപ്പുകളാണോ ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ വകുപ്പുകൾ കോടതിയിൽ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തിയിരിക്കുന്നു. അത് കോടതിയിൽ ചാർജായിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വിധി അല്ലെങ്കിൽ ഈ കേസിലെ കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കേസിലെ വിധി അത് ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയാകും. പ്രത്യേകിച്ച് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ലോകമറിയുന്ന ഒരു വ്യവസായിയാണ്, ഒരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യവസായിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇത്തരം കൽപ്പനകൾക്ക്, ഇത്തരം സ്ത്രീത്വം ആക്രമിക്കുന്ന അടക്കമുള്ള അശ്ലീലമായിട്ടുള്ള പ്രവൃത്തികൾക്ക് ഒരു മുന്നറിയിപ്പ്, സമൂഹത്തിനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് കൂടെ ഈ കേസ് മാറുമെന്നുള്ളതിൽ തർക്കമില്ല. ഇനി ബോൾ ഇരിക്കുന്നത് പ്രോസിക്യൂഷന്റെ കൈകളിലാണ്. വളരെ കൃത്യമായിട്ട് പഴുതുകൾ അടച്ചുകൊണ്ട് ഡിഫൻസിന് ഒരു തരത്തിലും ഇദ്ദേഹത്തെ ന്യായീകരിക്കാനോ ഏതെങ്കിലും ഘട്ടത്തിൽ ഇദ്ദേഹം സാന്ദർഭികമായിട്ട് പറഞ്ഞതാണെന്നൊക്കെയുള്ള വാദങ്ങൾ ഒരുപക്ഷെ ഇനിയുള്ള സമയങ്ങളിൽ ട്രയലിൽ ബോബി ചെമ്മണ്ണൂർ ഉയർത്തിയേക്കാം. അപ്പോഴും കൃത്യമായ ഇന്റൻഷനോട് കൂടിയാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ വിക്ടിംസിന് കൊള്ളണം, അല്ലെങ്കിൽ സമൂഹത്തിന് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം എന്നുള്ള യഥാർത്ഥ ഉദ്ദേശം ഇദ്ദേഹത്തിന് ഇത് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിരിക്കണം പ്രോസിക്യൂഷന്റെ ശ്രമം. കാരണം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് കാര്യം. ഇത്തരം അശ്ലീലതകളൊക്കെ പറഞ്ഞിട്ടും ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടും ഇദ്ദേഹം കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം കൃത്യമായിട്ട് സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക, അല്ലെങ്കിൽ സ്നേഹമായിരിക്കട്ടെ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. അതിന് തൊട്ട് മുൻപ് വരെ, ഇത് പറയുന്നതിന് തൊട്ട് മുൻപ് വരെ ഇത്തരത്തിൽ ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് സാമാന്യ ബോധത്തോടുകൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ ഇത്തരം അശ്ലീലതകള്, ഇത്തരം ഈ പറയുന്ന സ്ത്രീത്വത്തെ അപമാനിക്കല് അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഖേദകരമാണ്. അത് ഇനി പ്രൂവ് ചെയ്യണം. അത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ സംശയം വേണ്ട, ഈ കേസിൽ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷയിലേക്ക് കോടതി പോകുമെന്നുള്ളതിൽ സംശയമില്ല. ശരി സർ, വളരെയധികം നന്ദി പ്രതികരണത്തിന്.